ചെറുക്കൻ അടുത്ത ആഴ്ച ബോംബെന്ന് വരും. വിമാനത്തില്. വിമാനമൊന്നും അങ്ങോട്ട് തറപ്പിച്ചു പറയാൻ അവന്റെ സ്വന്തം വിമാനമൊന്നും അല്ലല്ല, കൂലി കൊടുത്തല്ലേ വരണത്. വേണ്ടി വന്നാ സ്വന്തം വിമാനം മേടിക്കാനുള്ള കഴിവുണ്ട്. ചെറുക്കന് ബോംബെയില് വലിയ ബിസിനസ് അല്ലേ. അവന്റെ നിലയും വിലയും വെച്ച് നോക്കിയാ ഇപ്പൊ ചോദിക്കുന്ന ഈ 10 ലക്ഷം വളരെ കുറവാ. പിന്നെ പെണ്ണിന്റെ ജാതകത്തിലെ കുഴപ്പം അത്ര കാര്യാക്കിയിട്ടില്ല. ഏതായാലും ചെറുക്കനും പെണ്ണും തമ്മിൽ കാണത്ത്. ചെറുക്കൻ പെണ്ണിനെ കണ്ടിട്ടുണ്ട് അമ്പലത്തിൽ വെച്ച്. കണ്ടിഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ എന്നോട് ആലോചിക്കാൻ പറഞ്ഞത്. അമ്മൂനും അവനെ ഇഷ്ടപ്പെടും, മിടുക്കനല്ലേ. അവരിക്കടെ കുടുംബ പേരെന്താണെന്നാണ് പറഞ്ഞത്? നാരകത്തറ. അവരിപ്പം വലിയ പണക്കാരല്ലേ. ഞങ്ങ ഒന്ന് തിരക്കട്ടെ. അറിഞ്ഞിടത്തോളം അവര് നല്ല കൂട്ടരാ. മോക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല. നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തേ? എനിക്കിത് വേണ്ടച്ചാ. എന്താ ഇതിനൊരു കുറവ്? എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ല എന്ന് പറയാൻ നീ അവനെ കണ്ടില്ലല്ല. എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞില്ല അച്ഛാ. ഇതെന്ത് പണ്ടാരാണ് ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരാൻ മനുഷ്യൻ കിടന്നുവിടുന്ന പാട്. എനിക്കിപ്പോ കല്യാണം വേണ്ട. കല്യാണം ഇവിടെ വെച്ചല്ല, കൊട്ടാരം വീട്ടിൽ വെച്ചാണ്. അതിന്റെ മുറ്റത്തൊരു പന്തല് കെട്ടി ഒരേ ദിവസം 2 കല്യാണം. ഒന്ന് അവക്കടെ, ഒന്ന് ഇവക്കടെ. അവക്കടെ കല്യാണം ഏതാണ്ട് ഉറച്ച മട്ടാണ്. ഇനി എവക്കൊരു ചെറുക്കനെ കണ്ടുപിടിക്കണം. എന്താണ് നിന്റെ അഭിപ്രായം? ഓ, എന്റെ അഭിപ്രായം പറയാത്ത താമസമല്ലേ ഉള്ള അങ്ങോട്ട് എടുക്കാൻ. അല്ലേലും എടുക്കാനൊന്നുമല്ല, ഒരു ഫാരി എന്ന നിലയ്ക്ക് നിന്നോട് ചോദിച്ചെന്നേ ഉള്ളൂ. നീ പറ. നിങ്ങൾ തന്നെ എല്ലാം അങ്ങ് തീരുമാനിച്ചു. അല്ലെങ്കിൽ എനിക്കിവിടെ എന്താ സ്ഥാനം? ഓ, അഭിപ്രായം ചോദിക്കുന്നു. അവ പോണെങ്കി പോട്ട്. മോള് മോടെ അഭിപ്രായം പറ. മോക്കാരെ വേണം? ഡോക്ടർ വേണ, എഞ്ചിനീയർ വേണ, അതാ കലക്ടർ വേണ? മോടെ ഇഷ്ടം അങ്ങോട്ട് പറ. എന്റെ ഇഷ്ടം ഞാൻ പറയട്ടെ? മോള് പറ, അതിനല്ലേ അച്ഛൻ ചോദിച്ചേ. പറഞ്ഞാ അച്ഛനും ഒച്ചയും ബഹളം ഉണ്ടാക്കുവോ? ഇഷ്ടം പറഞ്ഞ എന്തിനാണ് ബഹളം ഉണ്ടാക്കണത്? നീ പറയടി. എനിക്ക് അധികം പണവും പദവിയുള്ള ആളൊന്നും വേണ്ട. ഇത്തിരി വിദ്യാഭ്യാസം വേണം, കാണാനും കുറച്ച് ഭംഗി ഉണ്ടായിരിക്കണം. പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ടുകൊണ്ട് ഒരു ഡ്രൈവർ ആകേണ്ടി വന്ന ആളായാലും സാരമില്ല. നീ എന്താണ് കടങ്കഥ പറയണ? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് അച്ഛന് മനസ്സിലായില്ലേ? അങ്ങനെ ഒരാള് ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഈ വീട്ടില് ആര്? പ്രേമയന്ത്രന? അതെ. നീ എന്താണ് പറഞ്ഞത്? ഇവിടുത്തെ ഡ്രൈവറെ ഞാൻ എന്റെ മരുമകനാക്കണം അല്ലേ? കൊന്നുകളയും ഞാൻ. എന്റെ ഇഷ്ടം ഞാൻ പറഞ്ഞത്. അത് അച്ഛന് ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട. എനിക്കിനി വേറെ വിവാഹം ആലോചിക്കണ്ട. അനിയൻ അറിഞ്ഞാൽ നിന്നെ വെച്ചിട്ടില്ല. ഒന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് പൊന്നാരിച്ചാ തെറ്റായി പോയത്. വേണ്ടാവിനം പറഞ്ഞാണ്ടല്ലോ, തള്ളയില്ലാത്തതാണെന്നൊന്നും ഞാൻ കരുതൂല. ഒത്തു തുറക്കും ഞാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത ആഴ്ച അവര് വരും. ഇനി നിനക്ക് ചെറുക്കനെ ഇഷ്ടമായില്ലെങ്കിൽ ആ കല്യാണം നടക്കും. നിന്റെ മനസ്സിലുള്ളതും കളഞ്ഞര്. ഇല്ല, അത് കഴിയില്ല. ഈ ജന്മത്തെ എനിക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ അത് പ്രേമേന്ദ്രനായി മതി. എന്താ ഭേദം വെച്ച് അച്ഛനത് ചെയ്തു. എന്ത് സഹിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അയാളെ മറക്കാൻ മാത്രം പറയരുത്. ചേട്ടനെങ്ങാനും പറഞ്ഞ നിന്നെ കൊന്നുകളയും. മക്കളെ മര്യാദയ്ക്ക് വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. മോളെ, നിനക്ക് എന്താടി പറ്റിയത്? എന്നെ ഇവിടെ ആർക്കും വേണ്ടല്ലോ. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ. എടോ ഈശ്വരപിള്ളേ. എന്താ മുതലാളി? വാടോ. ആ വാതിലടച്ച് കുറ്റിയിട്ടെ. എന്തിനാ? ആ വാതിലടച്ച് കുറ്റിയിടാൻ. ഓ, വാതിൽ തുറക്ക. എടി വാതിൽ തുറക്കാൻ. ഇല്ല, ഈ കല്യാണത്തിന് അച്ഛൻ സമ്മതിക്കുന്നത് വരെ ഞാൻ ഇതിനകത്ത് കിടക്കും. ഇവിടെ കിടന്ന് ചാകും. എന്നാ ചത്തോടി. നിന്റെ ശവെടുക്കലിന് മുമ്പേ ഞാൻ അവനെ കണ്ടു വരട്ടെ. അച്ഛാ, അയാൾ ഇവിടുന്ന് തല്ലി ഓടിക്കാൻ അച്ഛൻ പോകുന്നെങ്കിൽ അയാളോടൊപ്പം ഞാനും ഇറങ്ങി പോകും.
അവനെ അങ്ങോട്ട് കൊന്നു കളഞ്ഞാലോ? മോളിറങ്ങി പോവോ? മുതലാളി എന്താ ഈ പറയണത്? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. പ്രേമേന്ദ്രൻ അത്രക്കാരനല്ല. എന്റെ മോള് തന്നെയാ എന്നോട് പറഞ്ഞത്. ഓ, എങ്കിൽ ചിലപ്പോ ശരിയായിരിക്കും. അവൻ ചെയ്ത് മഹാ തെറ്റായിപ്പോയി. ഞാൻ അവൻ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. എവിടെങ്കിലും പോയി തൊലയട്ടെ. ചേട്ടൻ ബാവയുടെ മോളെ പ്രേമിച്ചിട്ട് അവനെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ വരട്ടെ. മുതലാളി അവനൊന്നും ചെയ്യരുത്. അറിവില്ലാണ്ട് പറ്റിപ്പോയതാവും. അവനൊരു പാവാ. അവൻ പാവാ, അതെനിക്കറിയാം. അതുകൊണ്ടല്ലേ തന്നെ വിളിച്ച് ആലോചിച്ചത്. എന്റെ മോക്കടെ ഇഷ്ടം അതാണെങ്കിൽ എങ്കിൽ മുതലാളി ഈ ജമ്മത്തി ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഇതെന്ന് ഞാൻ പറയും. അവൻ നല്ലവനാ. ഇത്തിരി കാശിന്റെ കുറവുള്ളൂ. അതൊന്നും സാരമില്ലടോ. എന്റെ മോക്കടെ സന്തോഷത്തിനപ്പുറത്ത് എനിക്കൊന്നും വേണ്ടോ. താൻ വാതിൽ തുറക്ക്. അനിയനെ ഇപ്പൊ തന്നെ വിളിച്ച് ആലോചിച്ചേക്കാം. ശരി മുതലാളി. എന്താ ചേട്ടൻ വല്ലത് പറഞ്ഞ? ഇവൻ കൊണ്ടുവന്നില്ല ആ പന്നിടുമൻ ഡ്രൈവർ. അവൻ നമ്മുടെ കുടുംബത്തെ കയറി പ്രേമിക്കാൻ മാത്രമായ. ഇത് നീ എങ്ങനെ അറിഞ്ഞു? അവള് നിന്നോടും പറഞ്ഞ? പറഞ്ഞാന്ന് എന്റെ മുഖത്ത് നോക്കി അവള് പറഞ്ഞു. അവനെ അല്ലാതെ വേറെ ആരെയും അവള് കെട്ടൂലെന്ന്. നിന്നോട് പറഞ്ഞ പോലെ എന്റെ മുഖത്ത് നോക്കി അവൾ എന്നോടും പറഞ്ഞ്. അതിനെപ്പറ്റിയാ ഞങ്ങളിപ്പോ സംസാരിച്ചോണ്ടിരുന്നത്. നിക്കടാ. തെറ്റ് ചെയ്തത് അവൻ മാത്രമല്ലല്ല, അവളും തെറ്റുകാരിയല്ലേ. രണ്ടാള് തെറ്റ് ചെയ്താ അതിനൊരാളെ ശിക്ഷിക്കുന്നത് ശരിയാണാ? അതുമല്ല, അവൻ എന്താടാ ഒരു കുറവ്? വിവരവും പഠിപ്പുമില്ലേ? നല്ല കുടുംബത്തിൽ പിറന്നവനല്ലേ? പിന്നെ ഇത്തിരി കാശിന്റെ കുറവ് അത് നമ്മുടെ കയ്യിലില്ലേ? അല്ല, ചേട്ടൻ എന്താണ് ഈ പറഞ്ഞാണ്ട് പറയണത്? അവളുടെ ഇഷ്ടം അതാണെങ്കിൽ നമുക്കതങ്ങാട്ട് നടത്തിയാലാ? ചേട്ടൻ എന്താണ് ഈ പറയണത്? ഇവിടുത്തെ ഡ്രൈവറെ നാട്ടുകാർ കേട്ടാ കാർക്കിച്ചു തുപ്പൂല്ല. തുപ്പടവരെ തുപ്പട്ടടാ. ഒരു വട്ടപൂജ്യത്തിൽ നല്ലേ നമ്മ ഇവിടം വരെ എത്തിയത്. അവൻ ഇതിലും മുകളിൽ എത്തുമെന്ന് എനിക്ക് ഉറപ്പാ. അവനെ എനിക്ക് ഇഷ്ടമാടാ. തല്ലാനും കൊല്ലാനും ഒക്കെ പോണതിന് മുമ്പ് നീ ശരിക്കൊന്ന് ആലോചിച്ചു നോക്ക്. ചേട്ടൻ തീരുമാനിച്ച അതെന്റെയും തീരുമാന. എന്നാലും ചേട്ടൻ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച്. ഇനി ഒന്നും ആലോചിക്കാനില്ലടാ. നമ്മക്ക് ഇതങ്ങോട്ട് നടത്താം. ചേട്ടന് നിർബന്ധമാണെങ്കിൽ പിന്നെ എനിക്കെന്താണ് തടസ്സം? എന്നാ കൊടുകൈ. ഇപ്പോഴാണോടാ എഴുതേക്കുന്നത്? ഇന്നലെ രാത്രി ചെമ്മീൻകെട്ടിൽ കാവലി കിടക്കാൻ വിട്ട് പുലർന്നിട്ടാ വന്നത്. രാത്രി മുഴുവൻ കാവല്, പകല് മുഴുവൻ ഉറക്കവും, സമയം കിട്ടിയ പ്രേമവും അല്ലേടാ? എന്ത് ധൈര്യത്തിലാടാ നീ ചേട്ടൻ ബാവയുടെ മോളെ കയറി പ്രേമിച്ചത്? അയ്യോ മുതലാളി, ഞാൻ പ്രേമിച്ചിട്ടില്ല. സത്യമായിട്ട് ഞാൻ ആരും പ്രേമിച്ചിട്ടില്ല. പ്രേമിച്ചിട്ടില്ലേ? ഇല്ല, പ്രേമം എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഹ! എന്റെ മോളെ കണ്ണും കൈയും കാണിച്ചു മയക്കിയിട്ട് ഇപ്പൊ ചതിക്കാനും നോക്കണ. വരാൻ പറയടാ. നിന്റെ തന്തയോടും തള്ളയോടും ഇപ്പൊ തന്നെ വരാൻ പറ. ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ബാക്കി കാര്യം. ഇന്ന് തന്നെ പോയി അവരെ കൂട്ടിക്കൊണ്ട് വാ. അവരെല്ലാം സുഖമില്ലാതെ കിടപ്പില്ല, യാത്ര ചെയ്യാൻ പറ്റില്ല. ആ, എന്നാ നമുക്ക് അങ്ങാട്ട് പോകാം. വേഗം കുപ്പായം മാറ്റി വാ. എന്താടോ? ഒന്നുമില്ല. വെടികൊണ്ട പന്നിയെ പോലെ നിൽക്കാതെ വേഗം പോയി റെഡിയാവാൻ നോക്കടാ. നിന്റെ വീട്ടിൽ വന്ന് ചേട്ടമ്പാവ പറയാൻ പോകുന്ന എന്താണെന്നറിയൂ? നിന്റെയും അമ്മൂന്റെയും കല്യാണക്കാരും. അതേടാ, താൻ എന്തായി പറയുന്നത്? അമ്മൂനെ നിനക്ക് കെട്ടിച്ചു തരാൻ ചേട്ടൻ ബാവയും അനിയൻ ബാവയും അമ്മയും എല്ലാവരും കൂടി തീരുമാനിച്ചു കഴിഞ്ഞു. വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ? അതാടാ ചേട്ടൻ ബാവി അനിയൻ ബാവി. അവര് തീരുമാനിക്കുന്നത് എന്താണ് ഈശ്വരന് പോലും പിടികിട്ടില്ല. എന്നാലും പിള്ളച്ചേട്ടാ, ഇതെങ്ങനെ സംഭവിച്ചു? അവള് കരഞ്ഞു വിളിച്ച് ബഹളുണ്ടാക്കി. നിന്നെ കിട്ടിയില്ലെങ്കിൽ ചത്തു കളയെന്ന് പറഞ്ഞു. ആ പാവ ഒരുപാട് തല്ലും കൊണ്ടു. എല്ലാം നിനക്ക് വേണ്ടിയാ. ഇതിന് മാത്രം ഞാൻ എന്ത് പുണ്യ ചെയ്തു പിള്ളച്ചേട്ടാ? അമ്മൂനോടും മാളൂരോടെന്ന പോലെ ഒരു തമാശയായിട്ടാ ഞാൻ. ഒക്കെ ഈശ്വരനിശ്ചയാന്ന് കൂട്ടിയാ മതി. കൊട്ടാരം വീട്ടിലെ സന്തതി ഇവിടെ ഡ്രൈവറായിട്ട് വരാനും ഇവിടത്തെ പെണ്ണിനെ കെട്ടാനും ഒക്കെ ഓരോ നിയോഗങ്ങളാ. വെറുതെ ഒന്ന് സമയം കളാതെ വേഗം റെഡി ആയിട്ട് വാ. നമുക്ക് എന്റെ വീട്ടിൽ പോണ്ടേ? ആ ചേട്ടാ, നമുക്ക് അവനോടൊന്ന് സംസാരിക്കണ്ടേ? ഞാൻ അവനോട് സംസാരിച്ചാ വരണേ. ആഹാ, ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞ
അപ്പൊ ഞാനൊന്നും പറയണ്ടേ? ഹ, ഞാൻ പറഞ്ഞാലും നീ പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയല്ലേടാ. ഇനി ഇതാ പാട്. എനിക്കൊന്നും ചെയ്യാൻ കിട്ടൂല. എല്ലാം ചേട്ടൻ ഒറ്റയ്ക്ക് കയറി ഒരു ചെയ്യല. എടാ ഇനി വൈകിക്കണ്ട, നമുക്ക് ഇന്ന് തന്നെ അവന്റെ വീട് വരെ ഒന്ന് പോവാം. അല്ല, ഇന്നലെ കൃഷി ഓഫീസർ വരണത്. ആ. അയാ വരുമ്പോ നമ്മ ഇവിടെ ഇല്ലാണ്ടിരുന്ന. ഓ ഞാനത് മറന്നു. ഏതായാലും തീരുമാനിച്ചത് മാറ്റണ്ട. ഞാൻ പോയേച്ചും വരാം. കൃഷി ഓഫീസർ വരുമ്പോ നീ ഇവിടെ ഉണ്ടായാ മതി. അത് ശരിയാണ്. ആ. മുമ്പേ എന്തിനാ രണ്ടാളും കൂടെ അങ്ങോട്ട് പോണത്? ആ. ആരെങ്കിലും ഒരാൾ പോയാ പോരെ. അപ്പൊ ചേട്ടൻ പോയിച്ചു വാ. അമ്മേ ദേ ചേട്ടൻ വന്നു. വന്നാട്ടെ. ആ. വലിയ മുതലാളിയാ. നമസ്കാരം. നമസ്കാരം. കേറിയിരിക്കാം. വന്നാട്ടെ. ഇരിക്കാം. അങ്ങോട്ടിരിക്കാം. വേണ്ട, ഞാനിവിടെ നിന്നോളാം. അതൊന്നും സാരമില്ല കുട്ടി, അങ്ങോട്ട് ഇരുന്നോളൂ. മുതലാളി, ഇത് അമ്മ, ആ. ഇത് വല്യമ്മ, ഇത് അമ്മൂമ്മ, ഇത് സീത പെങ്ങളാ. പ്രേമന്റെ അച്ഛൻ എവിടെ? ഇവിടില്ല, അങ്ങോട്ട് വന്നിരിക്കുക. അങ്ങോട്ടോ? എന്തിന്? നിന്റെ വിവരങ്ങൾ അറിയാനാ. നീ ഒരു കത്തയച്ചിട്ട് എത്ര നാളായി? വിശേഷം അറിഞ്ഞിട്ട് വരാന്നും പറഞ്ഞ് അച്ഛൻ ഇറങ്ങിയപ്പോ മുത്തശ്ശനും അപ്പൂപ്പനും കൂടെ ഇറങ്ങി. പിന്നെ അവരെയും കൂട്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. നമസ്കാരം. ആരാ? ഞാൻ പ്രേമേന്ദ്രന്റെ അച്ഛൻ. ഇത് എന്റെ അച്ഛൻ. ഇത് അച്ഛന്റെ അച്ഛൻ. നിങ്ങളുടെ വീട്ടിൽ അച്ഛന്മാര് മാത്രമേ ഉള്ളൂ? മക്കളാരും ഇല്ലേ? ഉണ്ടുണ്ട്. എന്റെ മകനാൻ ഇവൻ, ഇവന്റെ മകനാൻ ഇവൻ, ഇവന്റെ മകനാൻ അവൻ. പ്രേമേന്ദ്രൻ. പോയി കാപ്പിടുക്കടി, അകത്തോട്ടിരിക്കാം. ഓ ഓ, ഓ. ഇവന്റെ ആദ്യത്തെ കത്തിൽ തന്നെ ഉണ്ടായിരുന്നു അമ്മൂനെ കുറിച്ച്. ഞങ്ങൾക്കെല്ലാവർക്കും അമ്മൂനെ കണ്ടതുപോലെയാ. പ്രേമന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ അതാ ഞങ്ങളുടെ ഇഷ്ടം. ഈ വിവാഹം നടന്ന അത് പ്രേമന്റെയും ഞങ്ങളുടെയും ഭാഗ്യായിട്ടേ ഞങ്ങള് കരുതും. ഇനി പ്രേമന്റെ അച്ഛനോട് ആലോചിക്കാൻ. അച്ഛനോടും മുത്തശ്ശനോടും ഒക്കെ ഞങ്ങള് പറഞ്ഞോളാം. അല്ലെങ്കിൽ തന്നെ അവരവിടെ ചെല്ലുമ്പോ അനിയൻ പറഞ്ഞോളും. എന്റെ മാളൂനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട? അത് പിന്നെ ചോദിക്കാനുണ്ടോ? മാളുവിനെ ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. കൃഷ്ണനും രാധയും പോലെ. ഏതായാലും സമ്പത്തിലെ ഏറ്റക്കുറച്ചിൽ നിങ്ങൾ നോക്കാത്തത് കൊണ്ട് ജാതിയിലെ വലിപ്പവും ചെറുപ്പവും ഞങ്ങളും നോക്കുന്നില്ല. എന്താ? അതെ, ഇപ്പൊ ഒരു കല്യാണം നടത്താനുള്ള അവസ്ഥയിലല്ല ഞങ്ങള്. കാര്യങ്ങളൊക്കെ അറിയാലോ. ഒക്കെ അറിയാം. ഒന്നും നിങ്ങൾ നോക്കണ്ട, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. അപ്പോ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക. ഓ, എല്ലാം പറഞ്ഞതുപോലെ. വരട്ടെ. ആഹാ, കേട്ടെത്തിയല്ലോ. ആ ഞങ്ങ അങ്ങാട്ട് പോയപ്പോ നിങ്ങ ഇങ്ങാട്ട് വന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും അനിയൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങ് ഉറപ്പിക്കുകയും ചെയ്തു. ആ അവിടെ വീട്ടിലുള്ളവർക്കും സമ്മതാണ്. അല്ലാതെ വരില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മഹാഭാഗ്യല്ലേ. വാസ്തവത്തിൽ ഭാഗ്യം ഞങ്ങൾക്കാ. കൊട്ടാരം വീട്ടിലെ പയ്യൻ ഞങ്ങളുടെ മരുമകനായിട്ട് വരിക എന്ന് പറഞ്ഞ മഹാഭാഗ്യം ഞങ്ങൾക്കല്ലേ. മോനെ പ്രേമേന്ദ്ര, നീ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? ഇനി കല്യാണത്തിന് വന്നാ പോരായിരുന്നോ? അവൻ ഇവിടെ നിന്നോട്ടെ. ഒരുക്കങ്ങളൊക്കെ ഇവിടെ തന്നെയല്ലേ. എല്ലാം അവന്റെ മേൽനോട്ടത്തിൽ തന്നെ ആയിക്കോട്ടെ. ശരി, എന്നാ നീ ഇവിടെ നിന്നു. ഞങ്ങൾ ഇറങ്ങുകയാണ്. ശരി. ശരി. ആ കൃഷി ഓഫീസർ വന്നു, വാ പറയാം. എടാ കൊച്ചുമുലാളി, അവസാനം എന്നെ മറന്നാളായിരുന്നു. എല്ലാ ഭാഗ്യം ഞാൻ ഒരുത്തൻ കാരണം. ഈശ്വരപിള്ളേ, ഓ എന്തോ. എനിക്കൊന്ന് അമ്പലത്തിൽ പോണം. ഇറങ്ങി മുമ്പിലിരിക്കെ. നാളെ അമ്പലത്തിൽ പോകാനെന്ന് പറഞ്ഞിറങ്ങില്ലേ?
ചേച്ചിക്ക് അമ്പലത്തിൽ പോണെങ്കിൽ പിള്ളച്ചേട്ടനെ വിളിച്ചാ മതിയായിരുന്നു. പ്രേമേട്ട ഇപ്പോഴത്തെ ഡ്രൈവർ അല്ലെന്നറിയാലോ. പ്രേമേട്ടെന്നൊക്കെ വിളിക്കാൻ വരട്ടെ, അതിനൊക്കെ സമയാവണേ ഉള്ളൂ. പോവാം. എന്തായിരുന്നു അത്? ഏത്? ഇത്ര ചിരിക്കാൻ? ഓ, അത് ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചിരിച്ച്. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അത്രയ്ക്ക് അടുപ്പൊന്നും ആരോടും കാണിക്കണ്ട. അല്ല, ഇവിടെ നടക്കാൻ പോണത് മാള് അറിഞ്ഞില്ലേ? അറിഞ്ഞില്ലെന്നോ? ഞാൻ ചാകുമെന്ന് ഭീഷണിപ്പെടുത്തിട്ട് അച്ഛൻ സമ്മതിച്ചത്. ഓ, താങ്ക്സ്. പിന്നെ ഈ മുന്നറിയിപ്പിനും താങ്ക്സ്. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അമ്മൂനോട് അടുപ്പം കാണിക്കും. വേണ്ട, കല്യാണം കഴിഞ്ഞാൽ അടുപ്പം കാണിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. എങ്ങോട്ടാ പോണ്ടേ? എങ്ങോട്ടും പോകണ്ട. നമുക്ക് വെറുതെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കാം. എന്ത് സംസാരിക്കാൻ? ഒന്നുമില്ലേ. ഞാൻ വിചാരിച്ചു പ്രേമേട്ടൻ എന്നോട് ഒരുപാട് സംസാരിക്കാൻ കാണുമെന്ന്. നമ്മൾ തമ്മിൽ എന്താ ഇതിന് മാത്രം സംസാരിക്കാൻ? എന്തൊക്കെയുണ്ട്. നമ്മുടെ ഹണിമൂണിനെ പറ്റി, നമുക്ക് ഹണിമൂണിന് പോകേണ്ട സ്ഥലങ്ങളെ പറ്റി. ഹണിമൂണോ? നമ്മളെന്തിനാ ഹണിമൂണിന് പോകുന്നത്? പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞ വേറെ ആളുകളാണ് ഹണിമൂണിന് പോകേണ്ടത്. എടാ പ്രേമേന്ദ്ര, ശരിയാടാ ശരിയാടാ, ഇത് രണ്ട് കല്യാണം. അനിയൻ ബാവ പറയുന്ന മാളുവിന്റെ കാര്യം, ചേട്ടൻ ബാവ പറയുന്ന അമ്മുന്റെ കാര്യാടാ. രണ്ടുപേരും കൂടി കെട്ടാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. രണ്ടുപേരെയും കൂടി കെട്ടിച്ചേരാൻ അല്ലടാ പോത്തെ. ഇതവര് പരസ്പരം അറിയാണ്ട് സംഭവിച്ചു പോയതാ. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയുമ്പോഴുണ്ടല്ലോ, ഓ എനിക്കിത് ആലോചിക്കാൻ കൂടി വയ്യ. നിങ്ങൾ വേണ്ടാത്തൊന്നും ആലോചിക്കണ്ട. ഇനിയിപ്പോ എന്താ ഒരു വഴി? ഒരു വഴിയുണ്ട്. എന്താ? നമ്മുടെ വീടിന്റെ മുമ്പ് കൂട്ട വഴിയില്ലേ, നിന്റെ പെട്ടിയും കിടക്കെ കൊടുത്ത് ആ വഴിക്ക് പോയിക്കോ. അതേ ഉള്ളൊരു വഴി. ഒരുമാതിരി കണ്ണിച്ചോരില്ലാത്ത വർത്താനം പറയരുത്. അങ്ങനെ ഒളിച്ചോടിന്റെ കാര്യം എന്താ ഉള്ളത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. സംഗതി ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. തൽക്കാലം നീ ഇവിടുന്ന് പോകുന്നതാ ബുദ്ധി. പോകാൻ മനസ്സില്ല. വെറുതെ ഉറങ്ങിക്കിടന്നിരുന്ന എന്നെ വിളിച്ചുണർത്തി എല്ലാരും കൂടി ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പൊ പോവാനോ? പോകാതെ പിന്നെ എന്ത് ചെയ്യും? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇനി ഞാൻ ഇവിടുന്ന് പോണെങ്കിൽ എന്റെ കൂടെ അമ്മ ഉണ്ടാവണം. അന്ന് താൻ പറഞ്ഞ പോലെ അവരുമായിട്ട് അടുത്തിടപഴകിയപ്പോഴൊന്നും എന്റെ മനസ്സിൽ അമ്മവും ആളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കല്യാണാലോചന വന്നേ പിന്നെ ഞാൻ അമ്മൂനെ ഇഷ്ടപ്പെട്ടു പോയി ഒരുപാട്. ഇപ്പൊ എന്റെ മനസ്സ് നിറയാവളാ. ഇനി മറക്കാൻ കഴിയില്ല. അവളെ ഉപേക്ഷിച്ച് പോകാനും പറ്റില്ല. പ്രേമ, ഇത് അപകട എന്ന് വെച്ച് ഞാൻ പേടിച്ചോടണോ? ഞാനേ കൊട്ടാരം വീട്ടിൽ ജനിച്ചവനാ. ആ ചങ്കൂറ്റം ഞാൻ കാണിക്കും ആരോടായാലും. അയ്യോ, നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? ഞാൻ നേരെ ചെന്ന് പറയാൻ പോവാ. എന്ത്? ഞാനും മാളും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന്. പിന്നെ നീ അവൾക്ക് ലവ് ലെറ്റർ കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ എന്ത് പറയും? താൻ പറഞ്ഞിട്ടാണെന്ന് പറയും. താൻ പറഞ്ഞിട്ടല്ലോ ലവ് ലെറ്ററിന്റെ ഓരോ കോപ്പി ഞാൻ രണ്ടുപേർക്കും കൊടുത്തത്. നീ പറയോ? പറയും. പറഞ്ഞ കൊന്നളയും. ആര്? താനാ? ഞാനല്ല, എന്നെ അവര് കൊന്നളയുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് താൻ പറയുന്നത്? തൽക്കാലം എടുത്തിയാടി ഒന്നും ചെയ്യണ്ട. നമുക്ക് രക്ഷപ്പെടാൻ മാർഗം വല്ലുണ്ടെന്ന് ആലോചിക്കാം. കേട്ടില്ലേ? ഇനി നമുക്ക് കളിക്കാം. എന്ത് കളിക്കാന്ന്? കിളിത്തട്ട് കളിക്കാം. അയ്യേ, ഇപ്പോഴാ? എടാ പോത്തെ, ഈ വിവരം നമ്മൾ വഴി അനിയമ്പാവേം ചേട്ടൻ അറിയണോന്ന്. അതിന് നമ്മൾ പറഞ്ഞ അവര് വിശ്വസിക്കോ? നമ്മൾ പറയണ്ട, പിന്നെ പ്രേമചന്ദ്രനെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കാം. അതെങ്ങനെ? അത് വഴിയുണ്ട്, വാ. ഇങ്ങനെ പോയ ആ കുഴപ്പവും മഹാകായം പറഞ്ഞത്. മാറി നിന്നോണ്ട് പ്രശ്നങ്ങൾ തീരില്ല, കൂടുതലൂ. ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. നീ ചെല്ല്. എടാ തെണ്ടി, നിനക്ക് അനിയമ്പാവയുടെ മകളെയും ചേട്ടമ്പാവയുടെ മകളെയും വേണം അല്ലടാ? എന്താടാ നിന്റെ നാറിറങ്ങിപ്പോയോ? ധൈര്യം ഉണ്ടെങ്കിൽ വാ തുറന്നു പറയടാ. നിനക്ക് എന്താ അറിയേണ്ടത്? എനിക്കറിയാം പലതുമുണ്ട്. നീ ആണാണെങ്കിൽ ഉറക്കെ പറയടാ. ഉറക്കെ പറഞ്ഞാൽ എന്താടാ? ഏത് തെണ്ടിയുടെ മുഖത്തോക്കി ഞാൻ പറയും. എന്നാ ഇവന്റെ മുഖത്തോക്കി ധൈര്യമായിട്ട് പറഞ്ഞോ. താനധികം സംസാരിക്കണ്ട. നീ അമ്മുവിനെയും മാളുവിനെയും മാറി മാറി പ്രേമിക്കും അല്ലേ? ആ, പ്രേമിക്കും. അമ്മൂനെയും മാളൂനെയും മാത്രമല്ല, വേണ്ടി വന്ന പലരെയും പ്രേമിക്കും. എന്നിട്ട് നീ ആരെ കല്യാണം കഴിക്കും? അമ്മുവിനെയോ അതോ മാളുവിനെയോ? ഉറക്കെ പറയടാ. ഉറക്കെ പറഞ്ഞ എന്താടാ? വേണ്ടി വന്ന അമ്മൂനെയും മാളൂനെയും രണ്ടുപേരെ ഞാൻ കിട്ടും. അതെ, എന്റെ സൗകര്യ. നീ ആരാടാ അതൊക്കെ ചോദിക്കാൻ? ഞാൻ ആരാണെന്നോ? നിന്നെപ്പോലെ അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് അവരെ തിരിഞ്ഞു കടിക്കുന്ന നന്ദി കെട്ട മൃഗമല്ലടാ. എന്റെ ദൈവങ്ങളാണ് അവര്. നിനക്കറിയോ, എന്റെ പൂജാമുറിയില് ദൈവങ്ങളുടെ അല്ല,
അനിയമ്പാവയുടെയും ചേട്ടമ്പാവയുടെയും ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ അനിയമ്പാവയ്ക്കും ചേട്ടമ്പാവയ്ക്കും യാതൊരു ആപത്തും വരില്ല. എന്റെ ചോര കൊടുത്തും ജീവൻ കൊടുത്തും ഞാൻ അവരെ രക്ഷിക്കും. ഇത് സത്യം, സത്യം, സത്യം. ഇറങ്ങി പൊളപ്പില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. ചേട്ടാ ചതിച്ചു. ദാ നോക്ക്, നമ്മുടെ പറഞ്ഞേക്ക് അവര് ടേപ്പ് ചെയ്തെടുത്തു. അയ്യോ വാ, എല്ലാം പിടിച്ചോ? കംപ്ലൈന്റ് പിടിച്ചിട്ടുണ്ട്. നിന്റെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചോ. വല്യമ്മാവാ എന്താടാ? നിന്നോട് ആരാടാ പറഞ്ഞ ഇതിനകത്ത് വരാൻ? ഞങ്ങൾ ഒന്നും ചെയ്യരുത്. ഈ വീട്ടിൽ എന്താ നടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. അത് അറിയിക്കാനാണ് ഞങ്ങൾ ഇപ്പൊ ഓടി വന്നത്. ഓൺ ചെയ്യടാ. ഈ വീട്ടിലെ അവസ്ഥ എന്താന്ന് കേട്ടോളൂ. ആ കേൾപ്പിച്ചു കൊറടാ. എന്താടാ പട്ടി ഇത്? ചെകുത്താൻ കയറി വിടണം. ഒന്നും അടിക്കരുത്, അടിക്കരുത്. മാറിപ്പോയി, മാറിപ്പോയതാ. ഓർമ്മടിയടാ. ഇതൊന്ന് ക്ഷമയോടെ കേൾക്കണം, എന്നിട്ട് തീരുമാനിക്കുക അടിക്കണോ വേണ്ടതെന്ന്. അടിച്ചാലും തിരിച്ചടിക്കോടാ. അയ്യോ ഇതല്ല ഞാൻ തെളിയിക്കാൻ വന്നത്, ഇതല്ല. എടാ ഒന്ന് ശരിയാക്കടാ. ദേ, ഇത് കേട്ട് നോക്കണം. നിങ്ങൾ അനിയനെയും ചേട്ടനെയും പറ്റി ഞാൻ നേരിട്ട് അറിയിക്കാൻ വന്ന കാര്യങ്ങളാ. കേൾക്കണം. അവന്റെ അമ്മൂമ്മയുടെ ഒരു പാട്ടുപട്ടി. രക്ഷപ്പെട്ടു. ദൈവം രക്ഷിച്ചു. 1500 രൂപ ടാപ്പർ കാറാ അയാൾ ചവിട്ടി പൊളിച്ചത്. എവിടെ നിന്ന് കിട്ടിയടാ പുല്ലേ ഈ പണ്ടാരം? മുതലാളി റിപ്പയർ ചെയ്യാൻ തന്നതാ. ഓഹോ, എന്തായിരുന്നു കംപ്ലൈന്റ്? റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല എന്നായിരുന്നു കംപ്ലൈന്റ്. റെക്കോർഡിംഗ് ഇല്ലാത്ത ടേപ്പ് കൊണ്ടാണ് തെണ്ടി റെക്കോർഡിംഗ് വരുന്നത്. ഞാനത് ഓർത്തില്ല. ഇനി അബദ്ധം പറ്റില്ല. എന്റെ കയ്യിൽ വേറെയും ബുദ്ധിയുണ്ട്. ആ ബുദ്ധി നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. ഇനിയും തല്ലുള്ള എനിക്ക് വയ്യ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഹലോ, ഇത് ഞാനാ കുട്ടമ്പാവാ. മുതലാളി രാമൻകുട്ടിയാ. ചെറുക്കനും കൂട്ടരും നാളെ അങ്ങോട്ട് എത്തും. വേണ്ട, അവരോട് വരണ്ടെന്ന് പറഞ്ഞേരെ. വരണ്ടെന്നോ? അതെന്താ മുതലാളി ഇപ്പൊ ഇങ്ങനെ? അമ്മൂന് വേറെ കല്യാണം നിശ്ചയിച്ച്. ഓ, ഇതൊരു ചതിയായി പോയല്ലോ മുതലാളി. ചെറുക്കൻ ഇതിനു വേണ്ടിയാ ബോംബെ ഇങ്ങോട്ട് വരുന്നത്. നീ അവരോട് നല്ല വാക്കി കാര്യം പറഞ്ഞ് ഇതങ്ങോട്ട് ഒഴിഞ്ഞേര്. ആരാണ് ഏട്ടാ ഫോൺ വിളിച്ചത്? അതെല്ലാള് രാമൻകുട്ടിയാ. ആ എന്തു പറഞ്ഞ്? അതൊഴിഞ്ഞ്. ഇത് ഒഴിഞ്ഞ അമ്മൂന്റെ കാര്യം. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നാളെ മുതൽ തുടങ്ങണം. അല്ലേ ഏട്ടാ, ഒരുത്തിയിരിക്കുമ്പോ മറ്റവളെ കല്യാണം നടത്തണത് ശരിയാണാ? എന്താ ശരിയാകായിക? ആദ്യം ഈ കല്യാണം നടക്കട്ടെ, അത് കഴിഞ്ഞടുത്തത്. അതല്ലേ ശരി? ആ പിന്നെ കെട്ടിപ്പിടിക്കലും മുത്തം കൊടുക്കലും ഒക്കെ കഴിഞ്ഞില്ലേ? ബാക്കിയുള്ളവർക്ക് കിടന്നുറങ്ങണം. നീ കളിയാക്കൊന്നും വേണ്ടടി. പെറ്റിട്ടപ്പം മുതൽ ഒരു വായക്കിടന്നാണ് ഞങ്ങ ഉറങ്ങിയിട്ടുള്ളത്. കെട്ട് കഴിഞ്ഞ പിന്നെയാണ് മാറിക്കിടക്കാൻ തുടങ്ങിയത് തന്നെ. പിന്നെ ഇപ്പൊ കിടക്കാൻ പോണതിന് മുമ്പുള്ള ഈ മുത്തം കൊടുക്കലേ ബാക്കിയുള്ളൂ. അത് നീയല്ല ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ഞങ്ങ മാറ്റുകയില്ല. നാളെ ആരുണ്ടാവും ആരുണ്ടാവൂല എന്ന് എങ്ങനെ അറിയാം? പോയി കിടന്നുറങ്ങ. പിന്നെ കല്യാണ ഒരുക്കത്തിന്റെ കാര്യത്തിൽ നമ്മ വാശിയാ. ഓരോന്നും ആരാദ്യം ചെയ്യുമെന്ന് നമ്മക്കൊന്നും അറിയാം. അയാള് പറഞ്ഞത് കേട്ടാടി. അയാക്കടെ മോടെ കല്യാണം മുടങ്ങിപ്പോയിട്ടും നമ്മുടെ മോടെ കല്യാണം നടത്താൻ വാശി പിടിക്കണത് കണ്ട. അതാടി എന്റെ ചേട്ടന്റെ സ്നേഹം. വാ. എടാ വാസു, മോക്കടെ കല്യാണമാ. പന്തൽ ഉഗ്രനായിരിക്കണം. ഇതുപോലൊരു പന്തല് ആരും കണ്ടിട്ടുണ്ടാവാൻ പാടില്ല. ഇനിയൊട്ട് കാണാനും പാടില്ല. പന്തല് നമ്മുടെ വീട്ടിലല്ല. അറിയാം, കൊട്ടാരം വീട്ടിലല്ലേ. ചെറിയ മുതലാളി എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. ആഹാ, അവരെ ഏൽപ്പിച്ചും കഴിഞ്ഞ. ആ പിന്നെ പന്തലിന് മുമ്പിൽ വെക്കണ ഒരു സാധനമുണ്ടല്ലോ, എന്താണത്? ചീനവേലി. എന്ത് വയ്യാവേലിയെങ്കിലും ആവട്ടെ, നല്ല നിറത്തില് വേണം. എന്നാ ചോരക്കളറാക്കിയാലോ? ചോരക്കളമാവാതിരുന്നാ മതിയായിരുന്നു. എന്താ? അല്ല, ചോരക്കളർ നല്ലതാന്ന് പറയായിരുന്നു. സന്ദർഭത്തിന് ചേരും. ഇനിയൊന്നും പറയണല്ല.
എല്ലാം അതിന്റെ ഒരു രീതിക്ക് അങ്ങ് ചെയ്തേക്കണം. എനിക്ക് ആകെയുള്ള ഒരു മോളാ. അല്ല, മുതലാളിയുടെ മോളുടെ ആണോ കല്യാണം? അപ്പൊ നിനക്ക് ഈ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? അല്ല, ചെറിയ മുതലാളി പറഞ്ഞു ചെറിയ മുതലാളിക്കും ഒറ്റ മോള. അത് പിന്നെ നാട്ടുകാർക്ക് മുഴുവൻ അറിഞ്ഞൂടെ? രണ്ടുപേർക്ക് ഓരോ മക്കളുള്ള ഒന്ന് പന്തലിടാൻ പറഞ്ഞാൽ പന്തലിടുക, ആവശ്യത്തെ കാര്യങ്ങൾ അന്വേഷിക്കണം. പോട്ട് സാരമില്ല, വണ്ടി പ്രസിലേക്ക് വിടറാ. അടിയന്തരത്തിന് പറ്റിയ പന്തലുണ്ടാവുക ഉണ്ട്, ഒരെണ്ണം വേണ്ടി വരും. പോവാം. എടോ, അനിയമ്പാവയുടെ മകൾക്ക് കല്യാണമാ. കല്യാണക്കുറിയുടെ വർക്ക് നമുക്കാ. ഓളടിച്ചല്ലോ. ചെറുക്കനോടുന്നാ പ്രേമേന്ദ്രൻ പേര്. കൊട്ടാരം വീട്ടിലെ ആണത്രേ. കൊട്ടാരം വീട്ടുകാരുമായി അനിയമ്പാവയുടെ മകൾക്ക് സംബന്ധമോ? എന്താ അസംബന്ധമാണ് ഈ പറയുന്നത്? ശരിയാടോ, ഇതിപ്പോ അനിയമ്പാവ നേരിട്ട് വന്ന് പറഞ്ഞതാ. കേട്ടിട്ട് തന്നെ എന്തോ കുഴപ്പമുള്ള പോലെ തോന്നുന്നു. എങ്കിൽ അതൊരു കാഴ്ച തന്നെ ആയിരിക്കും. ചേട്ടൻ വന്നിരിക്കുന്നു. എന്റെ അമ്മച്ചി, ഒരുത്തൻ വന്ന് ഏൽപ്പിച്ചിട്ട് ഇപ്പൊ പോയതുള്ളൂ. അപ്പോഴേക്കും അടുത്തവൻ ചോദിക്കാൻ എത്തിയോ? മുതലാളി, പണിയൊന്നും തുടങ്ങിയിട്ടില്ല. ചെറിയ മുതലാളി വന്നു പോയിട്ട് 1/2 മണിക്കൂറായിട്ടുള്ളൂ. അവൻ ഇവിടെയും വന്നാ അവന്റെ ഒരു കാര്യം. ചെറിയ മുതലാളി കാർഡിന്റെ സാമ്പിൾസ് കൊണ്ടുപോയിട്ടുണ്ട്. അതെന്താടാ സാമ്പിൾസ്? സാമ്പിള് സാമ്പിള് സാമ്പിള്. ഇനി തീയതി മുഹൂർത്തം മാത്രം അറിയിച്ചാ മതി. അടുത്ത നിമിഷം അടി തുടങ്ങാം. തീയതി മുഹൂർത്തം അറിയണമെന്നില്ല, അതിനു മുമ്പേ അടി തുടങ്ങും. എന്താ പറഞ്ഞേ? അല്ല, അടി ഇത്തിരി നേരത്തെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞതാ. അതിങ്ങെടുത്തേ. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ. ഈ ചേച്ചിക്ക് സെലക്ട് ചെയ്യാനേ അറിയില്ല. എന്നാലേ വേറൊരെണ്ണം കാണിച്ചു തരാം. വന്ന എങ്ങനെയുണ്ട് ചേട്ടാ? വാത് വെച്ച് ഒരുക്കം കൂട്ടാൻ പോയിട്ട്. ഞാൻ തോറ്റെന്ന് കൂട്ടണ്ട, ഞാനും ചിലതൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. നിന്നെ തോപ്പിക്കാൻ പറ്റുമോന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ഉവ്വ ഉവ്വ, നടന്നത് തന്നെ. ദേ, ഇത് കൊള്ളാം. അയ്യേ, ഇതൊരുമാതിരി പഴഞ്ചൻ സ്റ്റൈലാ. ദേ, ഇത് മതി. പഴഞ്ചനാണേലും സാരമില്ല, എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടത്. പക്ഷെ എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടത്. കല്യാണ പെണ്ണിന്റെ ഇഷ്ടത്തിനല്ലേ എടുക്കേണ്ടത്? എടീ, എന്റെ കല്യാണക്കുറി ചേട്ടന്റെ ഇഷ്ടത്തിനാണ് എടുത്തത്. ചേട്ടന്റെ കല്യാണക്കുറി എന്റെ ഇഷ്ടത്തിനും. അതുപോലെ ഇവിടെ കല്യാണക്കുറി അവളും, അവിടെ കല്യാണക്കുറി ഇവളും എടുക്കട്ടെ. അതൊക്കെ പണ്ടല്ലേടാ. ഇപ്പോഴത്തെ പിള്ളേരെ അവരുടെ ഇഷ്ടത്തിന് വിടുന്നതാ നല്ലത്. എല്ലാം കല്യാണ പെണ്ണിന്റെയും ചെറുക്കന്റെയും ഇഷ്ടം പോലെ നടക്കട്ടെ. പ്രേമചന്ദ്ര, സാമ്പിൾ വാങ്ങി നോക്കടാ. ഇങ്ങോട്ട് തന്നെ. സംഗതി ഒരാളുടെ കല്യാണത്തിന് അയാളുടെ ഇഷ്ടം നോക്കണമെങ്കിലും മറ്റാളുടെ ഇഷ്ടം നോക്കിയില്ലെങ്കിലും ഒരു പ്രയാസാവാതിരിക്കാൻ നോക്കിച്ചു എന്ന് വെച്ച് ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിലേ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനും തരുള്ളൂ. ചേട്ടന്റെ ഓരോ തമാശ. ഓ, അങ്ങനെ നോക്കുമ്പോ എങ്ങനെ നോക്കിയാലും രണ്ടിലും അടിക്കേണ്ടി വരും. അതെന്തിനാടോ? ഒരു തർക്കം ഒഴിവാക്കാൻ. ശരിയാ, ഒരു തർക്കം വേണ്ട, രണ്ടിലും അടിച്ചോട്ടെ. താനിതിൽ ഏത് പേര് അടിക്കാൻ പോണത്? അമ്മൂന്നോ അതോ മാളൂന്നോ? രണ്ടും കൂടി ചേർത്ത് അമ്മാളൂന്ന് അടിക്കാൻ മതി. എന്റെ പേരിന്റെ കൂടെ അമ്മൂന്നല്ലാതെ വേറെ ഒരു പേരും കണ്ടുപോരുത്. കണ്ടന്റെ സ്വഭാവം പറഞ്ഞേക്കാം. പിന്നെ എന്ത് ചെയ്യണമെന്ന് പറ. താൻ തന്നെ പറ. താനല്ലേ ഇത് മുഴുവൻ ഉണ്ടാക്കി വെച്ചത്. ഇതിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും താൻ തന്നെ പറഞ്ഞു തന്നോണം. ഇനി ഒരാൾക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയും. മാളൂന്. നീ മാളൂന്റെ അടുത്ത് ചെന്ന് അതിന്റെ ഒരു മട്ടുമാതിരിക്കൊക്കെ നിന്ന് അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അവിടെ നിന്റെ മിടുക്ക്. മാളു മ്യാവൂ മ്യാവൂ മ്യാവൂ. പതുങ്ങി പതുങ്ങി വരുന്നത് ഞാൻ കണ്ടു. അടവൊക്കെ കയ്യിലിരുന്നോട്ടെ. കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ വരുന്ന അച്ഛൻ കാണണ്ട. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ്. പോയിക്കോ. അതല്ല, വേറൊരു കാര്യം ഒന്നും പറയാനും പറ്റില്ല. എന്തായി?
കുളമായി. എങ്ങനെ കൊളായി? അവളെന്നെ മൂക്കെ കയറി പിടിച്ചു. മൂക്കെ കയറി പിടിച്ച മൂക്കളല്ലേ വരൂ, കൊളാവൂ. ഓ, അവളുടെ അച്ഛൻ കണ്ടെന്ന്. അതെ, മുറിക്കകത്ത് കയറിയപ്പോ അമ്മയും കണ്ടു. അപ്പൊ ബന്ധം ഒന്നും കൂടി ദൃഢമാക്കിന്ന് പറ. ഇനി അവളെ ഇഷ്ടമല്ലാന്നെങ്ങാ നീ ചെന്ന് പറഞ്ഞ ശേഷക്രിയക്ക് എന്തെങ്കിലും ബാക്കി കിട്ടിയാൽ മതിയായിരുന്നു. പിള്ളച്ചേട്ടാ, നിങ്ങൾ ഈ പറഞ്ഞത് മുഴുവൻ സത്യമാണല്ലോ? സത്യമായിട്ടും സത്യമാ. ഞങ്ങളുടെ ഈ 4 കാതും കൊണ്ട് കേട്ടതാ. അത് തെളിയിക്കാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. അത് ശരിയാക്കാം. ഇതുപോലൊരു അവസരത്തിന് വേണ്ടിയാടാ ഇത്രയും നാൾ ഞങ്ങൾ കാത്തിരുന്നത്. ഇനി തെളിയിക്കാനുള്ളതൊക്കെ ഞങ്ങൾ തെളിയിച്ചോളാം. രണ്ടാളും ഞങ്ങളോടൊപ്പം നിന്നോണം. നിൽക്കും, എന്തിനും കൂടെ നിൽക്കും. അമ്മുവിനെ വേറെ ഒരുത്തരും കൊണ്ടുപോകാൻ ഞാൻ ജീവനോട് ഇരിക്കുമ്പോ സമ്മതിക്കില്ല. അമ്മു നിനക്കുള്ളതാടാ, നിനക്ക് മാത്രം. നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തി തരാം. അത് മതി. അളിയോ, പെങ്ങളെ, അളിയോ, എന്താടാ സംഗതി ഞങ്ങളെ ക്ഷണിച്ചില്ലെങ്കിലും ഞങ്ങൾക്കിവിടെ വരാതിരിക്കാൻ ഒക്കുവോ? ക്ഷണിക്കാനാ? എന്തിന്? അത് ശരി. അപ്പൊ മറന്നു കിടക്ക. ഞങ്ങള് വിചാരിച്ചു ഇവിടെ ഭയങ്കര ആഘോഷവും ബഹളവും ഒക്കെ ആയിരിക്കുമെന്ന്. നാളത്തെ ദിവസം എന്താണെന്ന് ഓർമ്മയില്ലേ? നിങ്ങളുടെ രണ്ടുപേരും പുറന്നാളാ. അയ്യോ, പറഞ്ഞ പോലെ ശരിയാ. ഞാനും അതങ്ങ് മറന്നുപോയി. നാളെ നിങ്ങളുടെ പിറന്നാളാ. അത് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ ചേച്ചി? ഇതെന്താണ് ഇപ്പോ ഒരു പുതുമ? ഇതുവരെ ഒരു പിറന്നാളും ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല, ഇനിയോട്ട് ആഘോഷിക്കാനും പോണില്ല. ഇത് അങ്ങനെയാണോ? ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോവുകയല്ലേ, അതിനു മുമ്പ് ഇങ്ങനൊരു നല്ല ദിവസം വന്നാ അത് ആഘോഷിക്കണളിയാ. അതുമല്ല, കല്യാണത്തിന് മുമ്പ് ആളുകളൊക്കെ വിളിച്ചു കൂട്ടി പെണ്ണിനെയും ചെറുക്കനെയും പരിചയപ്പെടുത്തുന്ന ഒരു ഫാഷനാ. ഇപ്പൊ എല്ലാ വലിയ വീട്ടിലൊരു ചടങ്ങാ. അങ്ങനെ ഒരു ചടങ്ങുണ്ടാ? പിന്നെ ഇത് നടത്തിയില്ലെങ്കിൽ കുറച്ചില്ല. നമുക്കിതൊന്നും അറിയാൻ പാടില്ലാണ്ടാണെന്ന് എല്ലാരും കരുതൂ. ആഹാ, അങ്ങനെ ഒരു പട്ടിയും കരുതാണ്ട. നമ്മക്കും ഇത് അങ്ങോട്ട് നടത്താം. അതിനെവിടുന്നാ സമയം? ആളുകളെ വിളിക്കാനും ഒരുക്കങ്ങൾ നടത്താനും ഇന്നൊറ്റ ദിവസം കൊണ്ട് പറ്റുവാ? അതൊക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. വിളിക്കേണ്ടവരൊക്കെ ഞങ്ങൾ വിളിച്ചോളാം. വീട് അലങ്കരിക്കാനും സദ്യ ഒരുക്കാനും ഒക്കെ ആളുകൾ ഇപ്പൊ എത്തും. നാളെ നേരം വെളുക്കുമ്പോഴേക്കും എല്ലാം റെഡി. അല്ലേലും എന്റെ ആങ്ങളമാര് കാര്യവിവരമുള്ളവരാ. എല്ലാം നോക്കി കണ്ട് ചെയ്യാൻ അവർക്കറിയാം. അല്ലേ മോനെ? എന്നാ പിന്നെ നോക്കി നിൽക്കാണ്ട് ഇടപെടിന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കടാ. ഓ വാ. അപ്പ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോണേണ്. പ്രേമേന്ദ്ര. യെസ് പ്രേമേന്ദ്ര, എങ്ങനെയുണ്ട് ചേട്ടാ വലിയ മുതലാളി തെപ്പിച്ചു തന്നാ? കൊള്ളാം. ചത്ത് കിടക്കുമ്പോ കാണാൻ നല്ല രസമായിരിക്കും. എടാ, ഇതൊക്കെ വാങ്ങിച്ചു തന്നിരിക്കണ എന്തിനാന്നറിയൂ? ഇന്ന് പന്തൽ വെച്ച് പെണ്ണിൻ ചെറുക്കൻ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തേണ്ടെന്ന്. അനിയമ്പാവ് പരിചയപ്പെടുത്തിയ ചേട്ടമ്പാവ് നിന്നെ കൊല്ലും, ചേട്ടമ്പാവ് പരിചയപ്പെടുത്തിയ അനിയമ്പാവ് നിന്നെ കൊല്ലും. എന്തായാലും മരണം ഒരു മഞ്ചലുമായിട്ട് നിന്റെ വാതക വന്ന് നിൽപ്പുണ്ട്. ഇരുന്ന് വിശ്രമിക്കാൻ പോവാ. എനിക്ക് ഓർഡറാ. പരിചയപ്പെടുത്തുമ്പോ നീ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. ഹലോ, വരൻ എവിടെ പോകുന്നു? ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. ഓ, അതിനെന്തിനാണാവോ പുറത്തോട്ട് പോണത്? അകത്തുനിന്നറിയാം ആളുകളല്ലേ. അത് സാരമില്ല, അകത്തൊഴിച്ചാ മതി. ഇപ്പൊ നീ ഇവിടുന്ന് പുറത്ത് പോകണ്ട, അകത്തേക്ക് പോടാ. എന്റെ സുഹൃത്ത് എനിക്ക് മൂത്രം ഒഴിച്ചിട്ട് ആ വഴി വീട്ടിൽ പോണ്ട. അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞ ടെലഗ്രാം വന്നിരുന്നു. ടെലഗ്രാമോ? അല്ല, ഫോൺ വന്നു. ഫോണാ? ഏത് ഫോൺ? ഒരാള് വന്ന് പറഞ്ഞാണ് ചങ്ങാതി. ആരും ഒന്ന് പറഞ്ഞാലും നീ ഇവിടുന്ന് പോവില്ല. മര്യാദക്ക് അങ്ങോട്ട് ചെല്ലടാ. എന്ത്? ഇങ്ങോട്ട് ചെല്ലാനാണ് വാ. പറഞ്ഞത്. ഒറ്റ കീറ്. എന്ത്? കോട്ട് കീർന്ന്. അങ്ങോട്ട് ചെല്ലടാ. ഇനി എല്ലാരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോണേണ്. ദേ ഇതാണ് വരൻ. കൊട്ടാരം വീട്ടിൽ ദേവിത്തമ്പ്രാട്ടിയുടെ മകൻ പ്രേമചന്ദ്രൻ. എന്ത് കോമാറ? ബികോം. ആക്കോം. ഈക്കോം. ഇനി കല്യാണ പെണ്ണിനെ പരിചയപ്പെടുത്താം. നിക്ക് ചേട്ടാ, പെണ്ണിനെ നമുക്ക് പരിചയപ്പെടുത്തണ്ട. അതിലൊരു ഫ്യാഷൻ കിടക്കട്ടെ. കല്യാണ പെണ്ണ് ഇപ്പൊ ഇവിടെ ഒരു പാട്ട് പാടുന്നതായിരിക്കും. ഇനി എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം. വന്നോളൂ. നിക്കടാ, എന്താണ് ഇത്ര ധൃതി? പെണ്ണിനെ പരിചയപ്പെടുത്തട്ടെ.
അല്ല അതെല്ലാവർക്കും അറിയാലോ. എന്നാലും പെണ്ണിനെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തണം, അതാണ് അതിന്റെ ശരി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ചിട്ട് പോരെ. മിണ്ടായിടോ, നീ പരിചയപ്പെടുത്ത്. ഈ നിക്കണ എന്റെ മോള് മാളുവാണ് വധു. കല്യാണം കൊട്ടാരം വീട്ടിൽ വെച്ച് തീയതി മുഹൂർത്തമൊക്കെ എല്ലാവരെയും ഞങ്ങൾ അറിയിക്കും. ഇങ്ങനൊരു കല്യാണം ഈ നാട്ടിൽ നടന്നു കാണത്തില്ല. അത്രയ്ക്ക് പൊടി പൊടിച്ച് നടത്തും എന്റെ മോക്കട കല്യാണം. എല്ലാവരും കല്യാണത്തിന് വന്ന് എന്റെ മോളെ അനുഗ്രഹിക്കണം. വല്യമ്മാവ എന്നോട് ക്ഷമിക്കണം. ഇത് ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു. പറയാതിരുന്നത് പേടിച്ചിട്ടാ. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുകയില്ലല്ലോ. ഇനി എന്നെ കൊന്നാലും ശരി, ഞാനത് പറയും. ഇനി ഞാൻ പറയാതിരുന്ന അത് ഞാൻ വല്യമ്മാവനോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. വല്യമ്മാവ, അമ്മുവിന് ഇത്രയും നാൾ വന്ന കല്യാണാലോചനകൾ ഓരോന്നായി മുടങ്ങിപ്പോയില്ലേ? മുടക്കിയത് ആരാന്നറിയോ? ഇപ്പൊ അമ്മുവിന്റെ കല്യാണം നടക്കുന്നതായപ്പോ ആ ചെറുക്കൻ മാളുവിന്റെ ചെറുക്കനായത് എങ്ങനെയാണെന്നറിയോ? ഇനിയും ഞാൻ പറയണോ? എനിക്കതിനുള്ള ശക്തിയില്ല. എങ്കിലും ഞാൻ പറയാം. വല്യമ്മാവനെ ചതിക്കുകയായിരുന്നു. ഇത്രയും നാൾ വല്യമ്മാവനെ ചെറിയമ്മാവൻ ചതിക്കുകയായിരുന്നു. എന്താടാ പറഞ്ഞത്? എന്റെ അനിയനെ ചതിച്ചെന്നോ? അതെ, കൊന്നുകളയും ഞാൻ. കൊന്നോളൂ. പക്ഷേ കൊല്ലുന്നതിന് മുമ്പ് ഒന്നോർക്കണം. ചതിക്കാനല്ലായിരുന്നെങ്കിൽ കല്യാണ പെണ്ണാന്നും പറഞ്ഞ് മാളുവിനെ പരിചയപ്പെടുത്തിയതെന്തിനാ? അത് ഇത്രയും പേരുടെ മുമ്പിൽ കൊട്ടിഘോഷിച്ചെന്തിനാ? കൊട്ടാരം വീട് സ്ത്രീധനമായി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ ആ റാസ്കൽ പ്രേമേന്ദ്രനും ഇതിൽ കൂട്ടുനിന്നു. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. എന്റെ അനിയൻ എന്നെ ദ്രോഹിക്കില്ല. എന്തിനാണ് അവൻ എന്നെ ദ്രോഹിക്കുന്നത്? ഇനിയും മനസ്സിലായില്ലെങ്കിൽ അതും പറയാം. അമ്മുവിന് വേറൊരു അവകാശി വന്നില്ലെങ്കിൽ പിന്നെ ഈ സ്വത്തുക്കൾക്ക് മുഴുവൻ ഒറ്റ അവകാശിയേ ഉള്ളൂ. അത് ചെറിയമ്മാവനാ. ഏറ്റു ഏറ്റു ശകലം ഓവറായി പോയോന്നൊരു സംശയം. കറക്റ്റായിരുന്നു. അതെ. അപ്പൊ അമ്മുവിന്റെ കാര്യം ഞങ്ങൾ ഏറ്റെന്ന് പറഞ്ഞില്ലേ? പിന്നെ അല്ല, ചേട്ടൻ എന്ത് പണിയാണ് ഈ കാണിച്ചത്? ദേ അവിടെ എല്ലാവരും ചേട്ടനെ ചോദിക്കണ്. എന്തു പറ്റി ചേട്ടാ? എന്താ ചേട്ടാ? നിനക്ക് എന്റെ സ്വത്തുക്കൾ വേണം. പറയടാ, നിനക്ക് എന്തൊക്കെയാ വേണ്ടത്? കൊട്ടാരം വീടാ, അതോ ഈ വീടാ? എന്റെ സമ്പാദ്യങ്ങളാ? എന്താ നിനക്ക് വേണ്ടത്? ചേട്ടൻ എന്താണ് ഈ പറയണത്? എന്ത് ചോദിച്ചാലും ഞാൻ തരാം. എനിക്കുള്ളതെല്ലാം ഞാൻ തരാം. പക്ഷെ എന്റെ മോള്, അവളെ കണ്ണീര് കുടിപ്പിക്കാൻ ഞാൻ സമ്മതിക്കൂല. അതിന് ശ്രമിച്ചവരെ ഒന്നിനെ ഞാൻ വെറുതെ വിടുകയില്ല. ചേട്ടാ, ചേട്ടൻ എന്താണ് പറ്റിയത്? വേണ്ടാ, ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. എല്ലാം നമുക്ക് അവസാനിപ്പിക്കാം. ഈ കൂട്ടുകച്ചവടം നമുക്ക് അവസാനിപ്പിക്കാം. എന്നെയും എന്റെ മോളെ ഇനി ഉപദ്രവിക്കാൻ വന്നാലുണ്ടല്ല. ഇയാൾക്ക് എന്താണ് വട്ടളയ്യേ? അല്ല, അളിയന് ഇതൊരു കാര്യം മനസ്സിലായില്ലേ? കൊട്ടാരം വീട് മാളൂന് സ്ത്രീധനമായി കൊടുക്കുന്ന കാര്യം നമ്മ തമ്മിൽ ഇന്നലെ സംസാരിച്ചില്ലേ? അതറിഞ്ഞപ്പോ മുതലുള്ള ഏനക്കേടായത്. എന്ത് കാര്യത്തിന് ഒറ്റ കെട്ടായി നിന്നിട്ട് ഈ ഒരു നിസ്സാര കാര്യത്തിന് ഇങ്ങനെ കാണിച്ച ഒട്ടും ശരിയായില്ല. എടോ, തനിക്ക് കൊട്ടാരം വീട് വേണം. എന്നെക്കാവലെ തനിക്ക് അതാണെങ്കിലേ താൻ എടുത്തോടോ. അതിലും വലുത് എനിക്ക് എന്റെ മകളാ. താനെന്താണ് മൊന വെച്ച് സംസാരിക്കണത്? എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. വേണ്ടാ, ഇനിയും നിന്റെ ഈ അഭിനയം എന്നോട് വേണ്ട. നിന്നെ ഞാൻ ശരിക്കും മനസ്സിലാക്കി. താൻ എന്ത് മനസ്സിലാക്കിയെന്നാണ്? നീ വിചാരിച്ച എന്റെ മോൾ ഇരുന്നു പോവുകയൊന്നുമില്ല. അവക്കടെ കല്യാണം നടക്കും. ഇനി ഞാൻ ചതിക്കുഴിയിൽ ഇറങ്ങൂലടാ. ഇനി നിനക്ക് എന്നെ ചതിക്കാൻ സാധിക്കൂലടാ. താൻ എന്താണ് പറഞ്ഞത്? ഞാൻ തന്നെ ചതിച്ചെന്നാ? ഓക്കത്തരം പറയരുതും. പറയണോ, ഞാൻ എങ്ങനെയാണ് ചതിച്ചേ? എടോ, താനെന്നെ തല്ലിയില്ലേ? എനിക്ക് സങ്കടമില്ലടോ. പക്ഷെ താൻ പറഞ്ഞില്ലേ തന്നെ തന്റെ മോളെ ഞാൻ ചതിച്ചെന്ന്? അത് ഞാൻ സഹിക്കൂലടോ. ഇങ്ങനത്തെ ഒരുത്തനെ അറിഞ്ഞോടോ ഞാൻ ചേട്ടാന്നും വിളിച്ച് ഇത്രയും നാളും പുറകെ നടന്നത്. പുല്ലേ, എന്താ
ആര് നോക്കി നിൽക്കുന്നേ? ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കോണം. ഇനി ഒരു നിമിഷം ഈ നായിന്റെ മുന്നിലൂടെ കഴിഞ്ഞുകൂടാ. മാറോ. പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ കേട്ടോടാ. നീ ഇപ്പൊ വിളിച്ചു പോയില്ലേ? ആ കല്യാണം നടക്കാൻ പോകില്ല. എന്റെ മോളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് ഇവിടെ ഒരു കല്യാണം നടക്കൂല, നടത്താൻ ഞാൻ സമ്മതിക്കൂല. ഞാൻ പറഞ്ഞ ദിവസം നിശ്ചയിച്ച അതേ മുഹൂർത്തത്തില് ഇവൻ എന്റെ മോടെ കഴുത്തി താലി കെട്ടും. എന്റെ മോടെ കല്യാണം മുടക്കിയിട്ട് തന്റെ മോടെ കല്യാണം നടത്തുമെന്ന. എടോ, അനിയമ്പാവ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് നടക്കുകയല്ലടോ. അതിന് ചേട്ടമ്പാവ ഒന്നുകൂടെ ജനിക്കണം. അവൻ മാത്രമല്ല ഇവനും. എടാ, വല്ല വല്ല വാക്ക് കേട്ടിട്ട് എന്നെ എന്റെ മോളെ ചതിക്കാൻ നോക്കിയാലുണ്ടല്ല, നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തിനെ ഒന്നിനെ ഞാൻ വെച്ചേക്കത്തില്ല. ഒന്ന് കുഴിച്ചുകൂടല്ലാത്തിനെ ഞാൻ. നിനക്കറിയില്ല അനിയമ്പാവ ആരാണെന്ന്. അത് നമുക്ക് നോക്കാടാ. അനിയമ്പാവയാണോ ചേട്ടമ്പാവയാണോ വലുതെന്ന് ഇനി ആരെങ്കിലും ഒരാൾ മതി. അതേടോ, ഇനി ഒരാൾ മതി. അതാരാണെന്ന് നമുക്ക് കാണാം. കാണാം. ഇനി എന്താ ചെയ്യേണ്ടത്? എന്താ നിന്റെ തീരുമാനം? അവന് അമ്മൂനെ കല്യാണം കഴിക്കണം, അതല്ലേ അതിന്റെ ശരി. അതുമല്ല, ഞാൻ അമ്മൂന്റെ അച്ഛന് വാക്ക് കൊടുത്തതാ. ഇല്ല, ഞാനിവിടെ പോയി കൊടുത്തത് എന്താ? ചാക്കോ? ഇവൻ മാണൂനെ കെട്ടണമെന്നാ എന്റെ അഭിപ്രായം. അപ്പൊ ഞാൻ കൊടുത്ത വാക്കിന് എന്താ വില? കൊട്ടാരം വീട്ടുകാർ വാക്ക് തെറ്റിച്ച ചരിത്രമില്ല. ഞങ്ങൾ ചെമ്പകശ്ശേരിക്കാർ ഒട്ടും തെറ്റിക്കില്ല. ഓ, ഒരു ചെമ്പ്രശ്ശേരിക്കാര് കൊട്ടാരം വീട്ടുകാരുടെ വാലെ കെട്ടാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ? പിന്നെന്തിനാ ഇവിടെ വലിഞ്ഞു കയറി വന്ന് താമസിക്കുന്നത്? ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവിടെ നിന്നിട്ട് തലയ്ക്ക് സൗകര്യം എന്നിട്ടാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്. എല്ലാവരും കൂടി ഭ്രാന്ത് പിടിപ്പിക്കും. അയ്യോ, അനിയമ്പാവയുടെ ആൾക്കാരാ. കൊച്ചുമുതലാളി പേടിക്കണ്ട, ഇത് ഞങ്ങളാ. അനിയമ്പാവ മുതലാളി അയച്ചതാ. കൊച്ചുമുതലാളി സുരക്ഷിതരായ കല്യാണപ്പന്തലിൽ എത്തിക്കാൻ വന്നതാ ഞങ്ങള്. ആഹാ, അതാണല്ലേ ഉദ്ദേശം. അത് നടക്കില്ല. വേണ്ട, നടക്കണ്ട. ഞങ്ങൾ കാറെ കൊണ്ടുപോകോളാം. അത് നമുക്ക് കാണാം. കൊച്ചുമുതലാളിയെ ചേട്ടമ്പാവനെടുത്ത് ഞങ്ങൾ എത്തിക്കും. എന്നാ കാണാനുള്ളവർ കണ്ടോ, അനിയമ്പാവ കെട്ടിയ പന്തലില് കല്യാണത്തിന് കൊച്ചു മുതലാളി ഉണ്ടാവും. ഇരിക്കുന്നതാ. നിങ്ങൾ എന്താടാ ഇതൊക്കെ? ആരാടാ അവന്മാരെ? അവരെ പെണ്ണിന്റെ ആൾക്കാരാ. ചെറുക്കനെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുക. ഇനി ഒരു നാസരത്തിന്റെ കുറവ് കൂടിയേ ഉള്ളൂ. എന്റെ പ്രേമേന്ദ്രൻ പോയേ. എന്താ പ്രേമേന്ദ്ര കഥ എന്താ? അയ്യോ, അവൻ ചാകാൻ പോണെന്ന് പറഞ്ഞ് ഇതിനകത്ത് കയറി കഥ കടച്ചു. കയ്യിൽ വിശക്കുപ്പി ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു ശബ്ദം കേൾക്കില്ല. വാതിൽ ചവിട്ടി പൊളിക്കടാ. അതിന് നീ വേണ്ട, ഞങ്ങളുണ്ട്. വാടാ. നിങ്ങളും വാടാ. കൊച്ചുമുതലാളി, 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 കൊച്ചുമുതലാളി. ചവിട്ടി പൊളിക്കടാ. കൊച്ചുമുതലാളി, 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 കൊച്ചുമുതലാളി. അങ്ങോട്ട് കയറി എന്നല്ല പറഞ്ഞു. കൊച്ചുമുതലാളി. വാടാ. ഛി, പാരട്ട് കിളവന്മാരെ. എവിടവൻ? ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? പിന്നെന്തിനാ നിങ്ങൾ വിളിച്ചു പോയത്? ഇത് ഞങ്ങളുടെ വിടാ. ഇഷ്ടമുള്ളപ്പോൾ വിളിച്ചു പോകും. അങ്ങനെ വിളിച്ചു പോവാനൊന്നും നോക്കണ്ട. അവൻ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ നോക്കും. അച്ഛൻ വിഷമിക്കണ്ട. അവന്മാർ അവനെ പൊക്കാനൊന്നും പോണില്ല. അവനെ ഞങ്ങൾ പൊക്കും. അത് കൊള്ളാം. തേടിയ പള്ളി കാറിന് കൈ കാണിച്ചു എന്ന് പറയുന്നത് പോലെയായി. നിന്നെ തേടി ഇറങ്ങിയതല്ലേ ഞാൻ. എന്താ എന്താ കാര്യം? നീ എന്ത് പണിയായി കാണിച്ചത്? നിനക്ക് വേണ്ടി 2 കല്യാണ പന്തൽ അവിടെ ഒരുങ്ങി കിടക്കുമ്പോ നീ ഇവിടെ വന്ന് നിൽക്കുന്നത് ശരിയാണോ? ഏതെങ്കിലും ഒരു പന്തൽ നീ ചന്തേ പറ്റൂ. വാ, വന്ന് വണ്ടി കയറേ. അനിയമ്പാവയും ചേട്ടമ്പാവയും കൂടി തമ്മിൽ തല്ലെന്ന് കാണാൻ വേണ്ടിട്ടില്ലേ? ആ മോഹം നടക്കാൻ പോകുന്നില്ല. 2 പന്തലിലേക്ക് ഞാൻ വരില്ല. എന്റെ പേരിൽ ഇവിടെ ആരും തമ്മിൽ തല്ലാൻ പോകുന്നില്ല. നീ വരൂലേ? വന്നില്ലെങ്കിലേ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് അറിയാടാ. ഓയ് വണ്ടി കയറാം. അടുത്ത് ചുരുക്കടാ. ഇങ്ങനെ
കേട്ടടാ. എന്താടാ പറഞ്ഞേ? അവനെ കാണാനില്ലെന്താ? അതോ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയാ? എവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം. നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് അവനിവിടെ ഉണ്ടായിരിക്കണം. പറഞ്ഞത് മനസ്സിലായല്ലോ? ഓടായെല്ലാം. അച്ഛാ, അച്ഛൻ ഇനിയും വാശി പിടിക്കരുത്. ഇങ്ങനെ വഴക്കും ബഹളമൊക്കെ ആയിട്ട് ഒരു കല്യാണം എനിക്ക് വേണ്ട. ചെറിയച്ഛന്റെ ആഗ്രഹം പോലെ മാളുവിന്റെ കല്യാണം നടന്നോട്ടെ. എനിക്ക് കല്യാണം കുടുംബം ഒന്നും വേണ്ട. എന്റെ അച്ഛൻ മാത്രം മതി. മോളെ, നിനക്ക് വേണ്ടി അച്ഛൻ ഇതിനൊക്കെ ഇറങ്ങിയത്. ഇനി മോളായിട്ട് അച്ഛനെ തോപ്പിക്കരുത്. നിന്റെ കല്യാണം നടക്കും. നടക്കാതിരിക്കണമെങ്കിൽ എന്നെ കൊല്ലണം. കൊല്ലും ഞാൻ, എല്ലാത്തിനെയും കൊല്ലും ഞാൻ. ഒരു പീറ ചരക്കിനെ സൂക്ഷിക്കാൻ പറ്റാത്ത നീയൊക്കെ എവിടുത്തെ ഉണ്ടകളാടാ തേണ്ടികളെ. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പേ അവനെ ഇവിടെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഒന്നിനും ഞാൻ വെച്ചേക്കത്തില്ല. അളിയൻ വിഷമിക്കണ്ട, അവനിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ് ഞങ്ങൾ അവൻ ഇവിടെ എത്തിക്കും. അതുവരെ അവൻ എവിടെയുണ്ടെന്ന് ഒരുത്തനും പിടികിട്ടില്ല. ഉറപ്പാണല്ല? അളിയനോട് നുണ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ എന്താ നേടാനുള്ളത്? ഇപ്പോഴാടാ ശരിക്കും നിങ്ങ എന്റെ അളിയന്മാരായത്. അവനിതുവരെ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. 2 ദിവസം പട്ടിണി കിടന്നു എന്ന് വെച്ച് ചത്തൊന്നും പോവില്ല. അവസാനം ഇതൊരു ഏടാകുളമായത്. എന്താ കൊട്ടാരം വീടിന് പേടിയുണ്ടോ? പേടിയോ? ഈ കൊട്ടാരം വീടിനോ? പേടിയെന്നൊരു വാക്ക് എന്റെ നിഘണ്ടുവിലില്ലടോ. അതേ അതിന് കണ്ടു. ഒന്ന് ചെലക്കാതിരിക്കടാ കൊടക്കമ്പി. വാ, ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ഒരാളെ പേടിച്ചിട്ടുള്ളൂ. ആരെ? ഈ എന്നെ നിയന്ത്രണം വിട്ടാൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. അങ്ങനെ ഇങ്ങനെ ഒന്നും മുതലാളി നിയന്ത്രണം വിടൂല. അതെ, പക്ഷേ ഇവിടെ ഞാൻ ഇത്തിരി നിയന്ത്രണം വിടും. പറ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്? നാളെ പ്രേമചന്ദ്രനെയും കൂട്ടി ഞങ്ങൾ അനിയമ്പാവയുടെ പന്തലിലേക്ക് ചെല്ലും. മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ്. അതേ സമയത്ത് ഞാൻ ചേട്ടമ്പാവയുടെ പന്തലിൽ ചെല്ലുന്നു. അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടുന്നു. ഒന്നും മിണ്ടാതിരടാ പുല്ലേ. അവന്റെ ഒരു അമ്മു. അനിയമ്പാവയുടെ പന്തലിൽ പ്രേമചന്ദ്രൻ വന്നാൽ അവിടെ ചോദിക്കാനായി ചേട്ടമ്പാവ വരും. അനിയനും ചേട്ടനും തമ്മിൽ വഴക്കും ബഹളവുമാവും, അടിയുണ്ടാവും. ആ സമയത്ത് പിടിച്ചു മാറ്റാൻ എന്ന പോലെ മുതലാളിയും മുതലാളിയുടെ ആളുകളും അവിടെ എത്തണം. ആ ബഹളത്തിനിടയിൽ ചേട്ടമ്പാവ കുത്തുകൊണ്ട് വീഴണം. വല്യമ്മാവനെ കുത്തി വീഴ്ത്തിയേ. അതോ പിന്നെ എവിടെ കൊണ്ട് വലിയ ശല്യമായല്ലോ. വാ, ബാക്കി പറ. ചേട്ടൻ ബാബയെ കൊന്നതിന്റെ പേരിൽ ഞങ്ങളുടെ അളിയൻ ജയിലിൽ പോയാലും ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. കൊള്ളാം, നല്ല അളിയന്മാര്. അളിയന്മാരുണ്ടാണ് ഇങ്ങനെ തന്നെ വേണം. ഞാൻ ഏറ്റടാ, എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തോളാം. കൊട്ടാരം വീടിന്റെ മുറ്റത്ത് ചോരപ്പുഴ ഒഴുക്കുന്നു വെല്ലുവിളിച്ചതല്ലേ അവന്മാരെ. അത് അവന്മാരുടെ ചോര കൊണ്ട് തന്നെ ആകട്ടെ. ആ, പിന്നെ കാര്യം കഴിയുമ്പോ കാല് മാറരുത്. പറഞ്ഞതുപോലെ കൊട്ടാരം വീട് എനിക്ക് തന്നെ വരണം. അതൊക്കെ അതുപോലെ തന്നെ. നാളത്തെ കഴിഞ്ഞാൽ പിന്നെ നമ്മളല്ലേ ഇവിടുത്തെ രാജാക്കന്മാര്. അപ്പോ ഇന്ന് രാത്രി കാണാം. വാ. പ്രേമേന്ദ്ര, നീ ഇവിടുന്ന് രക്ഷപ്പെട്ടോ? പോ, പൊയ്ക്കോ. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊയ്ക്കോ. നിന്നെ കരുവാക്കി വല്യമ്മാവനെ കൊല്ലാനാ അവരുടെ പ്ലാൻ. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഇനി ഒരു നിമിഷം പോലും പാഴാക്കരുത്. പൊയ്ക്കോ, പോ. ചെല്ല്. ഇതിലിനി എന്ത് ചതിയാടാ ഉള്ളത്? നീ എന്തൊപ്പിച്ചു വെച്ചിട്ട് എന്നെ ഇപ്പൊ തുറന്നു വിടുന്നത്? പ്രേമേന്ദ്ര, ഈ സമയത്ത് എന്നെ അവിശ്വസിക്കരുത്. എന്റെ ബുദ്ധിമോശം കൊണ്ട് എന്തൊക്കെയോ സംഭവിച്ചെന്നുള്ള നേരാ. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നത് സത്യമാണ്. എന്റെ അമ്മാവന്മാരെ കൊലക്ക് കൊടുക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. ഞാൻ പറയുന്നത് വിശ്വസിക്കണം. വെള്ളച്ചേട്ടൻ പുറത്ത് കാത്തിരിപ്പുണ്ട്. പോവാം. വാ, വാ.
വേഗം വാ. വാ, 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 വാ. കേറിക്കോ. വേഗം കേറ്. എങ്ങോട്ടേക്കാ? കൊട്ടാരം വീട്ടിലേക്ക്. താനെ കൊലക്ക് കൊടുക്കാൻ കൊണ്ടുപോവാ? നിന്നെ കാണാൻ അവിടെ ആള് കാത്തു നിൽപ്പുണ്ട്. അയാൾക്ക് നിന്നോട് സംസാരിക്കേണ്ടത്രേ. ചേട്ടാ ഞാൻ പറയുന്നു. ഒന്നും പറയണ്ട. എല്ലാം കലങ്ങി തെളിയുന്ന ലക്ഷണമുള്ള. വേഗം കേറ്. വണ്ടി വിടറോ. നിന്നെ കാത്താ മാള് നിൽക്കണേ. ചെല്ല്. ഞാൻ പിള്ളച്ചേട്ടൻ എന്നോട് പറഞ്ഞു. ഒന്ന് ആലോചിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ വെറുതെ കോമാളിവേഷം കെട്ടുകയായിരുന്നു എന്ന്. നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും ഞാൻ ഉണ്ടായിരുന്നില്ല. പ്രേമേന്ദ്രനെ മറക്കാൻ എനിക്ക് കഴിയും. ഞാൻ മറന്നോളാം. പക്ഷേ ചേച്ചിയെ കൈയൊഴിയരുത്. ചേച്ചിയുടെ കല്യാണം നടക്കണം. അച്ഛനും വല്യച്ഛനും പഴയ പോലെ ഒന്നിക്കണം. ഇനി എന്തെങ്കിലും ചെയ്യാൻ പ്രേമേന്ദ്രനെ കൊണ്ട് സാധിക്കും. ഞങ്ങളെ സഹായിക്കണം. മാള് വിഷമിക്കണ്ട. നമുക്കെല്ലാം ശരിയാക്കാം. എന്തിനും ഇനി ഞാനും കൊണ്ട് കൂടെ. നേരായ മാർഗത്തിലൂടെ നീ ഒന്നും നടക്കില്ല. അല്പം വളഞ്ഞ വഴി തന്നെ പ്രയോഗിക്കേണ്ടി വരും. മുതലാളി മുറിയിൽ അവനില്ല, രക്ഷപ്പെട്ടു. മുറി പഴയതുപോലെ പൂട്ടിയും കിടപ്പുണ്ട്, ആ താളുമില്ല. മുറി തുറക്കാതെ പിന്നെ അവനെങ്ങനെ ആവിയായി പോയോ? ആ സുന്ദരനെയും കാണാനില്ല. ഇനി അവനെങ്ങാനും. ഓഹോ, എന്റെ ഈശ്വര, ഇനി അവനെങ്ങാൻ പോയി വല്ല പോലീസിനെ വിളിച്ചോണ്ട് വരുമെന്ന എന്റെ പേടി. നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ. നമുക്ക് അവനെ തപ്പിയെടുക്കാൻ നോക്കാന്നേ. നിങ്ങൾ തെക്കോട്ട് പോ, ഞങ്ങൾ വടക്കോട്ട് പോവാം. ഞാൻ പടിഞ്ഞാറോട്ടും പോവാ. വണ്ടി ഇടാം. ഒന്ന് വേഗം പോകടാ. അപ്പൊ എല്ലാം നമ്മൾ പറഞ്ഞ പോലെ നാളെ രാവിലെ ഞാൻ ചേട്ടമ്പാവയുടെ പന്തൽ ചെല്ലുന്നു. അമ്മൂനെ കല്യാണം കഴിക്കുന്നു. അപ്പോ നമ്മുടെ ആൾക്കാരുമായിട്ട് ഞാൻ പുറത്ത് കാത്തിരിപ്പുണ്ടാവും. ചോദിക്കാൻ ധൈര്യമുള്ളവന്മാര് അവിടെ വരട്ടെ. അതെ. അടിയും ബഹളം നടക്കുമ്പോ അനിയൻ ബാവയാണോ ചേട്ടൻ ബാവ ജയിക്കണം നമുക്ക് അവിടെ കാണാം. അവിടെ വെച്ച് നമുക്ക് രണ്ടിലെന്നറിയാം. അല്ല പിന്നെ നീ പറയുന്നത് മുഴുവൻ സത്യമാണോടാ? അതേ മുതലാളി, അവർ പറയുന്നത് മുഴുവൻ ഞാൻ ഒളിച്ചു നിന്ന് കേട്ടതാ. അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി. അവൻ ചേത്തൻ ബാബയുടെ വീട്ടിൽ വരട്ടെ. നിങ്ങൾ രണ്ടുപേരും അനിയും ബാവയും കൂട്ടി അവിടെ വന്നാൽ മതി. ശരി, നിങ്ങളും ആളുകളും അവിടെ കാത്തിക്കണം. ആദ്യം ആരെയും കണ്ണിപ്പെടരുത്. എവിടെങ്കിലും മറഞ്ഞു നിന്നേക്കണം. ഞാൻ വരേണ്ട സമയമാകുമ്പോ എനിക്ക് എന്തെങ്കിലും ഒരു സിഗ്നൽ തന്നാൽ മതി. ഞാൻ തുണി പൊക്കി കാണിക്കാം. വൃത്തികേട് പറയുന്നു. ഈ കൈലേസ് പൊക്കി കാണിക്കാന്നാ ഞാൻ പറഞ്ഞത്. അതൊന്നും വേണ്ടടാ കൊടക്കമ്പി. ഒരു വിസിൽ അടിച്ചാ മതി. വിസിലേ. ശരി, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. മുതലാളി പ്രേമേന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി. അവർ കൊട്ടാരം വീടിനെയും കൂട്ടുപിടിച്ചിട്ടുണ്ട്. കൊട്ടാരം വീടന്റെ കൂടെ കണ്ണപ്പനും ദാസനും പ്രേമേന്ദ്രനെയും തിരക്കി കാറിൽ കറങ്ങുന്നത് കണ്ടവരുണ്ട്. എന്നെ തോപ്പിക്കാൻ കൊട്ടാരം വീടിനെ കൂട്ടുപിടിച്ചല്ലേ? എന്നാ നേരം വിളിക്കാൻ കാത്തു നിൽക്കണ്ട. ഇന്ന് രാത്രി തന്നെ എല്ലാ കണക്കും തീർക്കണം. വാ മുതലാളി. എന്താണോ? ഞാൻ പ്രേമേന്ദ്രനെ കണ്ടു. സംസാരിച്ചിട്ടാ വരുന്നത്. അവനെ തിരക്കിയാണ് ഇപ്പൊ എങ്ങോട്ട് പോണ്ട. അവൻ മുതലാളി ചതിക്കില്ല. മുതലാളി നിശ്ചയിച്ച കല്യാണം തന്നെ നാളെ നടക്കും. അമ്മൂന്റെ കഴുത്തിൽ പ്രേമേന്ദ്രൻ താലി കെട്ടും. നീ പറഞ്ഞത് സത്യമാണല്ല? അതെ. ഇതിലെന്തെങ്കിലും മാറ്റം വന്നാലുണ്ടല്ല. മാറ്റം വന്ന എന്നെ അങ്ങോട്ട് വെട്ടിക്കൊന്നോ എന്താ പോരെ? പേടിക്കണ്ട, ഇത് ഞാനാ. പ്രേമേന്ദ്രൻ പറഞ്ഞിട്ട് വന്നതാ. ഇത് മാളുവിന്റെ കത്താണ്. ഞാൻ വരട്ടെ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനി ഇതിന് പിന്മാറുന്ന പ്രശ്നമില്ല. എന്നെ വെല്ലുവിളിച്ചതേ എന്റെ ചേട്ടനാ. അയാളെ എന്നെ തോപ്പിക്കാൻ പറയണത്. ഞാൻ തോക്കേലടി. ഒരുത്തന് മുമ്പിൽ ഞാൻ തോക്കേല. അച്ഛൻ തോൽക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ അച്ഛൻ ജയിക്കണത് എനിക്കിഷ്ടം. അച്ഛൻ ജയിച്ചുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടൂടെ?
നമസ്കാരം. നമസ്കാരം. ഇരുന്നാട്ടെ. ഇരുന്നാട്ടെ. വിസില് കേൾക്കുന്നുണ്ടോ എന്ന് എല്ലാരും ശ്രദ്ധിച്ചോണം. കണ്ണപ്പാ, മണി 10 എവരവൻ? അവനെ കൊണ്ടുപോകാൻ നിങ്ങളല്ലേ ഏറ്റത്? അത് അളിയ ഒരു അബദ്ധം പറ്റി. അവൻ ഞങ്ങളെയും ചാടിക്കളഞ്ഞു. ഇവിടെ എത്താത്ത സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ട് ചെന്നാലോ? നമ്മുടെ ആളുകളെയും കൂട്ടി നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഒന്നിനെയും വെറുതെ വിടരുത്. നമ്മുടെ അളിയെ തോൽപ്പിച്ചിട്ട് ഒരാളും അങ്ങനെ ജയിക്കണ്ട. എന്നാ വാടാ. മാല എടുക്കടാ, വരണം സ്വീകരിക്കേ. വേഗം എടുക്കടാ. വാടാ പ്രമേന്ദ്ര. വാടാ. വണ്ടി ഇടടാ. കല്യാണമായിട്ട് ഏറെ പോണു. പുറകെ വിടടാ. എല്ലാവരും ചെവി ഓർത്തിരുന്നോ? വിസിലടി കേട്ടാ പിന്നെ ഒരു നിമിഷം താമസിച്ചുകൂടാ. എല്ലാത്തിനെയും അടിച്ച് ചുരുട്ടിയേക്കണം. അമ്മു, അവക്കട കഴിച്ച് താലി കെട്ടടാ. അത് അമ്മൂന്റെ അച്ഛൻ പറയട്ടെ. ഇനിയെങ്കിലും വിശ്വസിക്കണം. ചേട്ടൻ ബാവയ്ക്കും അനിയൻ ബാവയ്ക്കും പരസ്പരം ചതിക്കാൻ കഴിയില്ല. സ്വന്തം മകൾക്ക് വേണ്ടി കെട്ടിയ പന്തലിൽ വെച്ച് ചേട്ടന്റെ മകളുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചില്ലേ? ഇതൊരു ചതിയല്ല. എല്ലാം എന്റെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചതാ. ഇതിന്റെ പേര് നിങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിയരുത്. എന്നെ ശിക്ഷിച്ചോളൂ. എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. എല്ലാം എന്റെ മോള് പറഞ്ഞടാ. കുറെയൊക്കെ പെമ്പിളാരുടെ ഭാഗത്തും തെറ്റുണ്ട്. അതുകൊണ്ടാണ് ഞാനെല്ലാം ക്ഷമിച്ചത്. ഇനി ചേട്ടൻ തീരുമാനിക്കട്ടെ. ഇനി ഞാനെന്താ തീരുമാനിക്കണ്ടേ? എല്ലാം നിങ്ങൾ തീരുമാനിച്ചില്ലേ? അതിനെന്റെ മോളും കൂട്ടു നിന്നില്ലേ? ഇനി ഞാനിവിടെ എന്തിനാ?
അയ്യോ കൊട്ടാരം വീട് ഇപ്പത്തും അടിയും തുടങ്ങും. എന്താടാ എന്താണെന്നോ അനിയമ്പാവെ തല്ലിച്ചേച്ചിട്ട് അങ്ങനെ പോന്നോ തല്ലി കൊല്ലണാവിനെ എന്തിനാണ് ചേട്ടനെ തല്ലുന്നേ? അനിയമ്പാവ കണക്കൊക്കെ നമുക്ക് പിന്നെ തീർക്കാം. കണ്ണപ്പ ദാസ അടിച്ച് പുറത്താക്കണവന്മാരെ. പറഞ്ഞത് കേട്ടില്ലേ? പിടിച്ചിറക്കായവന്മാരെ. എടാ മന്ദന്മാരെ, കണ്ണപ്പനും ദാസപ്പനും ഞങ്ങളുടെ ആൾക്കാരാ. എടാ കണ്ണപ്പ ദാസപ്പ ഇങ്ങോട്ട് വാടാ മക്കളെ. നമ്മൾ നേരത്തെ തീരുമാനിച്ച പോലെ അനിയന്റെയും ചേട്ടന്റെയും കഥ ഇന്നത്തോടെ തീർക്കാം. എന്ത് വൃത്തിയാണോ താനീ പറയുന്നത്? ഞങ്ങൾ എപ്പോഴാണ് തന്റെ ആളുകളായത്? നിങ്ങൾ വിളിച്ചിട്ടല്ലേടാ പട്ടികളെ ഞങ്ങൾ വന്നത്? ഇല്ല, ഞങ്ങൾ ആരും വിളിച്ചിട്ടില്ല. കല്ലെറുക്കി കാണിക്കാൻ ഞങ്ങൾ എന്താടാ പെണ്ണു കിണാറാ തെണ്ടി? അയ്യേ ചളമാക്കും. അപ്പോ നിങ്ങൾ എന്നെ വിളിച്ചിട്ടില്ലല്ലേ? ഇല്ല. വിസിൽ വരച്ചിട്ടില്ലല്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഈ തന്തയ്ക്ക് പിറക്കാത്തവന്മാരെ അടിച്ച് ചുരുക്കടാ. ഓടി രക്ഷപ്പെടാൻ നോക്കിക്കോ. ചേട്ടാ കല്യാണം നടക്കുമ്പോഴേ ഒരു വെടിക്കെട്ട് നല്ലതാ. ചേട്ടൻ പോയേ, ചേട്ടൻ പോയേ. നീ തന്നെ മുഹൂർത്തം വാടാ. വെറുതെ തല്ലും. പ്രേമേന്ദ്ര സമയം താഴെ കേട്ടാ മോനെ. എന്താ എന്താ കല്യാണം പൊടി പിടിച്ച് നടക്കട്ടെ. സ്റ്റണ്ട് ഞാൻ നടത്തിക്കോളാം. എവിടെ കണ്ണപ്പൻ, എവിടെ ദാസപ്പൻ? മാറിക്കോ, മാറ്. അവന്മാരെ അടിച്ച് ശരിയാക്കിട്ട് വരാം. പിടിച്ചോട്ടാ പിടിച്ചോ. ഒന്ന് മൂന്ന് നാല്. അളിയാ രക്ഷിക്കളിയാ. വെല്ലളിയാ. നടക്കട്ടെ നടക്കട്ടെ. അങ്ങനെ എങ്ങനെ നടുവിന് കൊടു. അയ്യോ അയ്യോ. ഇതിനാണ് ഇപ്പൊ അഴിച്ചു വിട്ടത്. സാമ്പാറൊന്നും ഇല്ലാണ്ട് തിന്നാൻ നിനക്ക് നന്നായി ഉരുട്ട് ഉണ്ടാറിയാം. നീയാണ് യഥാർത്ഥ കൊട്ടാരം വീട്. അത് ചുരുട്ട് കേട്ടാ അല്ലാത്തത്. അടിയടാ. അയ്യോ പെങ്ങള് രക്ഷിക്ക് പെങ്ങള്. വെല്ലളിയാ രക്ഷിക്കളിയാ. ഒരു പ്രശ്നമില്ല. കൊട്ടാരം വീടാ, ഞങ്ങളോട് ക്ഷമിക്കണോ? കൊട്ടാരം വീട് ക്ഷമിക്കാൻ അറിയില്ലടാ. എന്നെ പറഞ്ഞു വെച്ച നിങ്ങളെ അപ്പോ നേരം തെറ്റുന്നതിന് മുമ്പ് ഞങ്ങൾ ഇറങ്ങുക. വേണ്ട, നിങ്ങ എങ്ങോട്ടും ഇറങ്ങണ്ട. ഇനി ഇതാ നിങ്ങളുടെ വീട്. ഈ കൊട്ടാരം വീട്ടിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ ഇറക്കി വിട്ടതല്ലേ. ഇപ്പൊ നിങ്ങളുടെ മകൻ അത് തിരിച്ചു പിടിച്ചെന്ന് കൂട്ടിക്കോ.
അങ്ങനെയാണെങ്കിൽ എന്റെ പണിയും തിരിച്ചു പിടിച്ചു എന്ന് കൂട്ടിക്കോട്ടെ. അങ്ങനെ കൂട്ടാൻ വരട്ടെ. താ ഇന്ന് തന്നെ പൊക്കണം. പ്രേമേന്ദ്ര, ഒരു പുതിയ ഡ്രൈവറെ തപ്പിപ്പിടിച്ചു പാടോ. അല്ല അപ്പൊ എന്റെ കാര്യവും അനിയൻ ബാബെ ചേട്ടൻ ബാബെ തമ്മിൽ തെളിക്കാൻ ഈ കൊട്ടാരം പീരന്മാര് ജീവിച്ചു നിൽക്കുമ്പോ ആരും നോക്കണ്ട. അല്ലേ പ്രേമേന്ദ്ര? ചുരുക്കടാ.